സർ, തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകളിൽ തനിച്ചായിപ്പോയ പിണറായി വിജയൻ. അത്തരത്തിൽ മുഖ്യമന്ത്രി പലയിടങ്ങളിലും തനിച്ചാണ് ക്യാമ്പയിന് പോകുന്നത്. വലിയ മുതിർന്ന നേതാക്കളില്ല. അത്തരത്തിലുള്ള ആരവങ്ങളോ ആഘോഷങ്ങളോ ഒന്നുമില്ല. പല വേദികളിലും മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒറ്റയ്ക്കാണ് കാണാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം തനിച്ചായി പോയത്? അത്തരത്തിൽ ഒരു ഏകാധിപതി എന്ന നിലയിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണവും ആ രീതിയിൽ മതി എന്ന് അദ്ദേഹം തന്നെ തീരുമാനിച്ചതാകാൻ ഒരു സാധ്യതയുണ്ട്. കൂടെ ആരും ഇല്ലാത്തതിന് സത്യത്തിൽ നെഞ്ചിലേക്ക് കൈ ചൂണ്ടി അദ്ദേഹം അതിന് ഉത്തരം പറയേണ്ടതാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു കൊള്ളട്ടെ. കാര്യം 82 വയസ്സുള്ള ചില രോഗങ്ങൾ അലട്ടുന്ന പിണറായി വിജയൻ ഏകനായാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്ന എല്ലാ അർത്ഥത്തിലും. ഒരു ദിവസം അദ്ദേഹം 3-4 പൊതുയോഗങ്ങളിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംസാരിക്കുന്നുണ്ട്. പത്രസമ്മേളനങ്ങൾ ഇപ്പോൾ നേരത്തെ അത് അങ്ങനെ ഉണ്ടായിട്ടില്ല. കാര്യമായി പത്രസമ്മേളനങ്ങളും അഭിമുഖങ്ങളും കൊടുക്കുന്നുണ്ട്. ഒരു സോഷ്യൽ മീഡിയ ടീമിന്റെ സഹായത്തോടെ പത്ര മാധ്യമങ്ങളിൽ അദ്ദേഹം എഴുതുന്നുമുണ്ട്. പക്ഷെ കൂടെ ആരുമില്ല. ഇത് പത്രക്കാരോട് സംസാരിക്കുമ്പോൾ അതിന്റെ ഒരു ആ ശരീരഭാഷയിൽ തന്നെ ഒരു പ്രശ്നം നമുക്ക് ഫീൽ ചെയ്യുന്നത് അതൊരു വലിയ ക്യാമ്പയിൻ നടത്താൻ പണ്ടൊക്കെ നമ്മുടെ മനസ്സിൽ വരുന്ന CPM-ന്റെ കേന്ദ്ര നേതൃത്വം കേരളത്തിന്റെ പല ഭാഗങ്ങളിലും വന്ന് പ്രചാരം നടത്തിയ ഒരു കാലമൊക്കെ പഴയ സഖാക്കന്മാരുടെ മനസ്സിലേക്ക് അപ്പോൾ വരും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പണ്ടൊക്കെ പശ്ചിമ ബംഗാളും ത്രിപുരയും ഒക്കെ ഭരിച്ചിരുന്ന കാലത്ത് മുഖ്യമന്ത്രി ജ്യോതിബാസു, ദശരഥ് ദേവ്, നിർമ്മൽ ചക്രവർത്തി, പാർട്ടി സെക്രട്ടറിമാരായ സുന്ദരയ്യ, BT രണദവെ, P രാമമൂർത്തി, ഹർകൃഷൻ സിംഗ് സുർജിത്, ഏറ്റവും അവസാനം സീതാറാം യെച്ചൂരി വരെയുള്ള ദേശീയ നേതൃത്വം എല്ലാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും കേരളത്തിൽ വന്നിരുന്നു. കേരളത്തിൽ തന്നെ മഹാന്മാരായ നേതാക്കന്മാർ, ജനക്കൂട്ടത്തെ ആകർഷിച്ചിരുന്ന EMS മുതൽ ഇങ്ങോട്ട് AKG VS അച്യുതാനന്ദൻ വരെയുള്ള നേതാക്കന്മാർ, ഇവരൊക്കെയാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണം നയിച്ചിരുന്നത്. ബാക്കിയുള്ള സഖ്യകക്ഷി നേതാക്കന്മാരുണ്ടായിരുന്നു, വലിയ നേതാക്കന്മാർ, ഒരുപക്ഷെ പാർട്ടികളെക്കാട്ടിലും വലിയ നേതാക്കന്മാർ കേരളത്തിൽ സഖ്യകക്ഷികളിലും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആരാണുള്ളത്? ഇപ്പോൾ ഉള്ളത് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ സഖാവ് MA ബേബി. അദ്ദേഹം സജീവമായി കേരളത്തിലുണ്ട്. പാർട്ടിക്കാരോട് സംസാരിക്കാൻ MA ബേബിയോ അല്ലെങ്കിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോ, അതുമല്ലെങ്കിൽ ആളിനെ അത്യാവശ്യം കൂട്ടാനായിട്ട് MM മണിയോ ഒക്കെ മതി. പക്ഷെ തിരഞ്ഞെടുപ്പ് പ്രചാരണം പാർട്ടിക്കാർക്ക് വേണ്ടിയുള്ളതല്ല, അത് പൊതുസമൂഹത്തിന് വേണ്ടിയുള്ളതാണ്. പാർട്ടി അംഗങ്ങൾ, പാർട്ടി അനുഭാവികൾ അല്ലാത്ത ഒരു പൊതുസമൂഹമുണ്ട്. നേരത്തെ ഒരു പരിപാടിയിൽ പറഞ്ഞതുപോലെ ഒരു 10% വരുന്ന നിഷ്പക്ഷമായി കാര്യങ്ങളെ വിലയിരുത്തുകയും അതിനനുസരിച്ച് ഓരോ പ്രാവശ്യവും വോട്ട് മാറ്റി ചെയ്യുകയും ചെയ്യുന്ന ഒരു ജനസമൂഹമുണ്ട്. സത്യം പറഞ്ഞാൽ എല്ലാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളും അവരെ ലക്ഷ്യമാക്കിയാണ്, അവരെ കേന്ദ്രീകരിച്ചാണ്. അവർ തീരുമാനിക്കും, അന്തിമമായി അവരാണ് തീരുമാനിക്കുന്നത്. പാർട്ടി വോട്ടുകൾ എന്ന് പറയുന്ന കേഡർ വോട്ടുകളൊന്നും ഒരു പാർട്ടിക്കും സാധാരണഗതിയിൽ മാറുകയല്ല, ഒരു തരംഗം വരുമ്പോൾ അല്ലാതെ. അപ്പോൾ അങ്ങനെ പൊതുസമൂഹത്തോട് സംസാരിക്കാൻ ഒരുപക്ഷെ അച്യുതാനന്ദൻ രോഗഗ്രസ്തനായി പൊതുരംഗം വിടുന്നിടം വരെ അച്യുതാനന്ദൻ പൊതുസമൂഹത്തോടാണ് സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. ഇരമ്പുന്ന ജനക്കൂട്ടമാണ്. അതിൽ പകുതി പേര് മാത്രമേ പാർട്ടി അനുഭാവികളോ പാർട്ടിക്കാരോ ഉണ്ടാവുള്ളൂ. ബാക്കി പൊതുവായിട്ടുള്ള സ്വതന്ത്ര നിലപാട് എടുക്കുന്ന പൊതുസമൂഹത്തിൽപ്പെടുന്ന പൊതുജനങ്ങളായിരുന്നു. അതവിടെ നിൽക്കട്ടെ. ബാക്കി പാർട്ടികളുടെ ഒരു താരനിര ഒന്ന് ആലോചിച്ച് നോക്കുക. നരേന്ദ്രമോദി പ്രധാനമന്ത്രി ഇനിയും അടുത്ത ദിവസവും റോഡ് ഷോയ്ക്ക് വരുന്നുണ്ട്. രാജ്നാഥ് സിംഗ് വരുന്നുണ്ട്. BJP പ്രസിഡന്റ് നിതിൻ നബിൽ ഇപ്പോൾ കേരളത്തിലുണ്ട്. ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയുണ്ട്. അമിത്ഷാ വരുന്നുണ്ട്. നിർമ്മല സീതാരാമൻ, S ജയശങ്കർ, അങ്ങനെ കേന്ദ്ര നേതൃത്വം മുഴുവനും സ്റ്റാർ ക്യാമ്പയിനേഴ്സ് ആയിട്ട് BJPക്ക് വേണ്ടിയും NDAക്ക് വേണ്ടിയും കേരളത്തിൽ പ്രചാരം നടത്തുന്നു. കേരളത്തിൽ തന്നെ സുരേഷ് ഗോപിക്ക് ഒരു പൊതുയോഗത്തിൽ അദ്ദേഹം എത്തിക്കഴിഞ്ഞാൽ അത് വലിയ തോതിൽ ആൾക്കാരെ ആകർഷിക്കാനുള്ള ശേഷിയുള്ള കേരള നേതാക്കന്മാരും BJPക്ക് ഉണ്ട്. കോൺഗ്രസിന്റെ കാര്യം എടുക്കുക. കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിലെ വളരെ വലിയ പ്രചാരണമാണ് നടത്തുന്നത്. ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായി ടെലിവിഷനിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ അവർ നടത്തുന്ന പ്രചാരണം A1 എന്ന് പറയാവുന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. വളരെ ആകർഷകമാണ്. രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോകൾ
രാഹുൽ ഗാന്ധിയുണ്ട്, പ്രിയങ്ക ഗാന്ധിയുണ്ട്, ഖാർഗെ വന്നുപോയി, ദേശീയ നേതാക്കന്മാരൊക്കെ വരുന്നുണ്ട്. അത് അത് മാത്രമല്ല, തൊട്ടടുത്ത സംസ്ഥാനത്ത് നിന്നും കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ വരുന്നുണ്ട്, സച്ചിൻ പൈലറ്റ് വരുന്നുണ്ട്. കർണാടക തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ റോഡ് ഷോ ഇന്ന് ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ കായംകുളം നിയോജക മണ്ഡലത്തിലുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. കേരളത്തിൽ തന്നെ കോൺഗ്രസിന്റെ ക്രൗഡ് പുള്ളേഴ്സ് ഉണ്ട്. അത് ദേശീയ തലത്തിൽ തന്നെയുള്ള ശശി തരൂർ വളരെ സജീവമായിട്ട് പ്രചാരണ രംഗത്തുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്കും VD സതീശനും വലിയ തോതിൽ ജനങ്ങളെ ആകർഷിക്കാനുള്ള കഴിവുണ്ട്. ഈവൻ പൊതുസമൂഹത്തിൽ വലിയ പേരും നിലയും വിലയുമുള്ള VM സുധീരനും തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് വളരെ സജീവമാണ്. പക്ഷെ ഞാൻ എടുത്തു പറയേണ്ട ഒരു പേര് യുവനിരയിലെ ഷാഫി പറമ്പിൽ MP-യുടേതാണ്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ മലബാറിൽ അദ്ദേഹം നടത്തുന്ന പ്രചാരണങ്ങൾക്കുള്ള ജനക്കൂട്ടം ഒരുപക്ഷെ റെക്കോർഡ് ഭേദിക്കുന്ന രീതിയിലാണ് ഷാഫി പറമ്പലിന്റെ റോഡ് ഷോയ്ക്കും യോഗങ്ങൾക്കും ചെറുപ്പക്കാർ പ്രത്യേകിച്ച് തടിച്ചുകൂടുന്നത്. ഇങ്ങനെ ഉള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുകയാണ്. ഈ പ്രായത്തിൽ കൂടെ ആരുമില്ലാതെ ഏതാണ്ട് ഏകനായി പിണറായി വിജയൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ക്യാമ്പയിൻ നയിക്കുന്നത്. ആകെ വന്ന ദേശീയ നേതാക്കന്മാർ 2 പേരാണ്, 3 പേരാണ്. ഒന്ന് പ്രകാശ് കാരാട്ട്, മുൻ സെക്രട്ടറി, മുൻ പോളിറ്റ് ബ്യൂറോ അംഗമായ വൃന്ദ കാരാട്ട്. അവര് സെക്രട്ടറി ആയിരിക്കുന്ന അദ്ദേഹം, പ്രകാശ് കാരാട്ട് സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് പോലും അദ്ദേഹം പങ്കെടുക്കുന്ന യോഗങ്ങളിൽ പാർട്ടിക്കാരുടെ സാന്നിധ്യം പോലും വളരെ കുറവായിരുന്നു. തേജസ്വി യാദവ് RJD വർക്കിംഗ് പ്രസിഡന്റ്, അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ ചില യോഗങ്ങളിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ഈ 3 പേർ മാത്രമാണ് പത്ര റിപ്പോർട്ടുകൾ അനുസരിച്ച് ദേശീയ നേതൃനിരയിൽ നിന്നും ക്യാമ്പയിൻ നടത്താനായിട്ട് കേരളത്തിൽ എത്തിയിട്ടുള്ളത്. അത് പാർട്ടിക്കാരെ പോലും യോഗങ്ങളിലേക്ക് ആകർഷിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് വസ്തുതയും യാഥാർത്ഥ്യവുമായി നിലനിൽക്കുന്നു. പാർട്ടിക്ക് പുറത്തുള്ള, പണ്ട് ഞാൻ നേരത്തെ ഒരു പരിപാടിയിൽ പറഞ്ഞതുപോലെ, അഭിപ്രായ രൂപവൽക്കരണത്തെ യോഗത്തിൽ പ്രസംഗിക്കുകയോ പൊതുയോഗം നയിക്കുകയോ ഒക്കെ ചെയ്യാതെ പാർട്ടിക്ക് അനുകൂലമായി അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായി ജനങ്ങളുടെ അഭിപ്രായം മാറ്റാൻ തക്ക ശേഷിയുള്ള എഴുത്തുകാരുടെ ഒരു വലിയ നിര CPM-നുണ്ടായിരുന്നു. ദൗർഭാഗ്യവശാൽ ഇപ്പോൾ അതും ഇല്ല. KS അച്യുതാനന്ദനെ പോലെ ഇപ്പോൾ CPM-നോടൊപ്പം നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്നവർ പോലും ഒരു 3-ാം ഊഴത്തിന് എതിരായാണ് പ്രസ്താവന ഇറക്കിയിട്ടുള്ളത്. NK സാനുമാഷ്ടം നമ്മോടൊപ്പം ഇല്ല, VR കൃഷ്ണയ്യരില്ല. അങ്ങനെ ഇടതുപക്ഷ സമൂഹത്തോടൊപ്പം നിന്ന, പൊതുസമൂഹത്തിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനവും മാനവും ഉയർത്തിയ പൗരസമൂഹത്തിലെ പ്രമുഖ വ്യക്തികളൊന്നും ഇപ്പോൾ നമ്മോടൊപ്പം ഇല്ല എന്നതും CPM-ന്റെ ക്യാമ്പയിനെ വളരെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ പിണറായി വിജയൻ ഉമ്മാച്ചുവിൽ എന്ന സിനിമയ്ക്ക് വേണ്ടി P. ഭാസ്കരൻ എഴുതിയ ഒരു പാട്ടുണ്ട്. അത് K. രാഘവൻ സംഗീതം നൽകി ജയചന്ദ്രൻ ആലപിച്ച വളരെ പ്രശസ്തമായ ഗാനമാണ് ഏകാന്ത പഥികൻ ഞാൻ. ഒരുപക്ഷെ അദ്ദേഹം അങ്ങനെ മനസ്സിലെങ്കിലും ചിലപ്പോൾ ആ പാട്ട് ചിലപ്പോൾ മൂളിയേക്കാം. അത്രയ്ക്ക് പരിതാപകരമാണ് ക്യാമ്പയിൻ രംഗത്തെ CPM-ന്റെ ഇപ്പോഴത്തെ അവസ്ഥ. യെസ്, എന്തായാലും ഈ രീതിയിൽ CPM ക്യാമ്പയിൻ വേദികളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒറ്റയ്ക്കെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വലിയ ആഘോഷങ്ങളില്ല, വലിയ മുതിർന്ന നേതാക്കളില്ല, അത്തരത്തിൽ പാർട്ടിയുടെ ഏറ്റവും തലപ്പത്ത് എന്ന് വിശേഷിപ്പിക്കാവുന്ന ആരും അദ്ദേഹത്തിന്റെ കൂടെയില്ല. അദ്ദേഹം വേദികളിലേക്ക് ഒറ്റയ്ക്ക് ചെല്ലുന്നു, ചില പ്രസംഗം നടത്തുന്നു, തെരഞ്ഞെടുപ്പ് ആഹ്വാനങ്ങൾ നടത്തുന്നു, തിരിച്ചു വരുന്നു. അടുത്ത വേദിയിലേക്ക് പോകുന്നതും അതേ രീതിയിൽ ഒറ്റയ്ക്കാണ്. ഏറ്റവും ഒടുവിൽ പ്രദീപ് സാർ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു പക്ഷേ ഏകാന്ത പഥികൻ എന്നുള്ള ഗാനം ചിലപ്പോൾ ഓർക്കുന്നുണ്ടാവും. അത്രയേറെ ഒറ്റപ്പെട്ടാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് വേദികളിൽ എത്തുന്നത്. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.